അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. സൂറത്ത് റൂമുമായി കണക്ട് ചെയ്യുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ألف لام ميم. غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون وهم من بعد غلبهم سيغلبون. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സൂറത്തു റൂം. നമ്മൾ റോമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? സീസർമാർക്ക് ഭരിച്ച റോം. സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ റോമിൻ്റെ പേരിലൊരു സൂറ ഉണ്ട്, സൂറത്തു റൂം. ആ റോമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. എന്താ അതിൽ പറയുന്നത്? അലിഫ് ലാം മീം. റോമക്കാർ അടുത്ത ഭൂപ്രദേശത്ത് പരാജിതരായിരിക്കുന്നു. ഈ പരാജയത്തിന് ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ വിജയികളാകും. പിന്നെയുള്ള ആയത്തുകൾ എന്താ പറയുന്നോ? അള്ളാഹുവിൻ്റെത് മാത്രമാണ് അധികാരം, അത് മുമ്പായാലും പിമ്പായാലും. അന്ന് അള്ളാഹു അരുളിയ വിജയത്താൽ മുസ്ലിങ്ങൾ സന്തോഷം കൊള്ളുന്ന ഒരു ദിവസം ഉണ്ടാകും. അള്ളാഹു അരുളിയ വിജയത്താൽ മുസ്ലിങ്ങൾ സന്തോഷം കൊള്ളുന്ന ഒരു ദിവസം ഉണ്ടാകും. അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരെ സഹായിക്കും. കാരണം അള്ളാഹു ആരാണ്? അള്ളാഹു അതിശക്തനും കരുണാവരിധിയുമല്ലോ. ഈ ആയത്തുകളുടെ അർത്ഥം ഞാൻ പറഞ്ഞു കേട്ടോ. സൂറത്ത് റൂമിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഈ ആയത്തുകൾ കാണാൻ കഴിയും. ഹിജ്റക്ക് 6 വർഷം മുമ്പാണ് ഈ സൂറത്ത് അവതരിച്ചത്. സൂറത്ത് റൂം ഹിജ്റക്ക് 6 വർഷം മുമ്പ്. ഹിജ്റ എന്ന് പറയുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിങ്ങൾ ഹിജ്റ പോയല്ലോ, അതിന് 6 വർഷം മുമ്പാണ്. ഈ സമയത്ത് പേർഷ്യക്കാർ റോമക്കാരെ പരാജയപ്പെടുത്തിയിരിക്കുകയായിരുന്നു അല്ലേ? അറബിയുടെ 2 വശത്ത് പേർഷ്യയും റോമും ഉണ്ട്. അങ്ങനെ ദയനീയമായി പരാജയപ്പെട്ട റോമക്കാർ തിരിച്ചു വരിക എന്നുള്ളത്, പിന്നെ വിജയിക്കുക എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ലെന്ന് ആളുകൾക്ക് തോന്നാം. കാരണം അന്ന് ജെറൂസലം ഉൾപ്പെടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നൊക്കെ റോമക്കാരെന്ത് ചെയ്തു? പിഴുതെറിയപ്പെട്ടു. അവരെ നിഷ്കാസനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവചിക്കുകയാണെന്ത്? റോമക്കാർ വിജയിക്കും അല്ലേ? റോമക്കാർ വിജയിക്കും. ഇപ്പോൾ പരാജയപ്പെടുന്ന അവർക്കൊരു വിജയം ഉണ്ടാകും. ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ ആൾക്ക് ആശ്ചര്യം, അങ്ങനെയൊക്കെ സംഭവിക്കുമോ? പക്ഷെ ഇത് ഖുർആൻ്റെ ഒരു പ്രവചനമായിരുന്നു, ഒരു പ്രൊഫസിയാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെ, ഖുർആൻ്റെ ഈ പ്രവചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ചരിത്രം നമ്മൾ അറിയണം. വളരെ രസകരമായ ചരിത്രം. ഞാനൊന്ന് ബ്രീഫായി പറയട്ടോ, വെരി ഇൻട്രസ്റ്റിംഗ് ആട്ടോ. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന് 8 വർഷം മുമ്പ് കേട്ടോ, റോമിൽ സീസർ മോറിസിനെതിരായ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ ഫോക്കാസ് എന്നൊരാൾ അധികാരം പിടിച്ചെടുക്കുകയാണ്. ഇയാൾ അധികാരം പിടിച്ചെടുത്ത് എന്താ ചെയ്തതെന്നോ? മുൻ സീസറിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ 5 ആൺമക്കളെയും കൊന്നു കളഞ്ഞു. അദ്ദേഹം നല്ല ക്രൂരനായിരുന്നു അല്ലേ? ശേഷം സീസറിനെയും കൊന്നു കളഞ്ഞു. എന്നിട്ട് അവരുടെ തലകൾ, ശിരസ്സുകൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ പൊതുജനങ്ങൾക്ക് കാണാൻ കെട്ടിത്തൂക്കുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുൻ സീസറിൻ്റെ ഭാര്യയെയും 3 പെൺമക്കളെയും കൂടി ഫോക്കാസ് വധിച്ചു. നേരത്തെ ആൺമക്കളെയും സീസറേയും കൊന്നല്ലോ, ഭാര്യയും 3 പെൺമക്കളെയും ഫോക്കാസ് വധിച്ചു. എത്ര ക്രൂരനാണല്ലേ? അപ്പോൾ പേർഷ്യൻ രാജാവായ ഖുസ്രു പർവേസ്, അദ്ദേഹത്തിൻ്റെ പേരെന്താ? പേർഷ്യ രാജാവിൻ്റെ പേര് ഖുസ്രു പർവേസ്. അദ്ദേഹം റോമിനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. എന്താ കാരണം എന്നറിയോ റോമിനെ ആക്രമിക്കുന്നതിൻ്റെ? നേരത്തെ ഫോക്കാസ് കൊന്ന സീസർ മോറിസ് ഈ പേർഷ്യൻ രാജാവിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു എന്ന് മാത്രമല്ല, ശരിക്ക് മോറിസിൻ്റെ സഹായത്തോടെയാണ് ഖുസ്രു പർവേസ് അധികാരത്തിലേറിയത് തന്നെ. ഒരിക്കലും മോറിസ് തൻ്റെ പിതാവാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഖുസ്രു പർവേസ് പറഞ്ഞിരുന്നു മോറിസിൻ്റെ പിതാവാണ്. അങ്ങനെ ഒരു ബന്ധമായിരുന്നു അവർക്കിടയിൽ. പർവേസ് പ്രഖ്യാപിച്ചു, എൻ്റെ വളർത്തച്ഛനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും വധിച്ച കൊള്ളക്കാരനായ ഫോക്കാസിനോട് ഞാൻ പ്രതികാരം ചെയ്യും അല്ലേ? ഒരു റിവെഞ്ചാണ്. ഞാൻ പ്രതികാരം ചെയ്യുന്ന ആര് പ്രഖ്യാപിക്കുകയാണ്? ഖുസ്രു പർവേസ് പ്രഖ്യാപിക്കുകയാണ്.
AD 603 അദ്ദേഹം റോമ സാമ്രാജ്യത്തിനെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ആര്? ഖുസ്രു പർവേസ്. ഏതാനും വർഷങ്ങൾക്കകം പേർഷ്യൻ സൈന്യം റോമ സൈന്യത്തെ തുടർച്ചയായി തോൽപ്പിച്ചു. തുടർച്ചയായി ഇങ്ങനെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളും കീഴടക്കാണ്. അപ്പോൾ രാജാവായ അന്ന് റോം ഭരിക്കുന്ന ഫോക്കാസ് ആണല്ലോ. ഫോക്കാസിന് രാജ്യത്തെ രക്ഷിക്കാനാവില്ലെന്ന് റോമിലെ മറ്റ് നേതാക്കന്മാർക്ക് ബോധ്യമായി. അങ്ങനെ അവർ അന്നത്തെ ആഫ്രിക്കയുടെ ഗവർണറുടെ സഹായം തേടുന്നുണ്ട്. അദ്ദേഹം തൻ്റെ പുത്രൻ ഹെർക്കുലീസിനെ വലിയൊരു നാവികപ്പടയുമായിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് അയക്കുന്നുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ കുസ്തന്തീനിയ, നമ്മളെ ഇസ്തംബൂളിൻ്റെ ആ ഒരു പ്രദേശം കേട്ടോ. അങ്ങനെ ഫോക്കാസ് പുറത്താക്കപ്പെടുക കേട്ടോ. ഫോക്കാസ് അല്ലേ മോറിസിനെ കൊന്ന് റോമിൻ്റെ അധികാരം പിടിച്ചെടുത്തത്. ഫോക്കാസ് പുറത്താക്കപ്പെടുകയും ഹെർക്കുലീസ് സീസറായി അവരോധിക്കപ്പെടുകയും ചെയ്തു. ഫോക്കാസ് നമുക്കറിയാമല്ലോ, നേരത്തെ മോറിസിനോട് എത്ര ക്രൂരമായി പെരുമാറിയത് അതുപോലെ തന്നെ ഹെർക്കുലീസ് എന്ത് ചെയ്തു? ഫോക്കാസിനോടും ചെയ്തു, അല്ലേ? പ്രതികാരം ചെയ്യാണ്. അങ്ങനെ AD 610 ഇത് സംഭവിക്കുന്നത് കേട്ടോ. AD 610 ഇത് സംഭവിക്കുന്നത്. ആ വർഷം എന്താ സംഭവിച്ചെന്നറിയോ? ഇതേ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതും. ഇതേ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നത്. എങ്ങനെ ഓരോ വർഷം കണക്റ്റാന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് മനസ്സിലാവാം. അങ്ങനെ കൊള്ളക്കാരനായ ഫോക്കാസിനോട് പകരം വീട്ടണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഖുസ്രു പർവേസ് യുദ്ധം തുടങ്ങിയത്, അല്ലേ? തൻ്റെ വളർത്തച്ഛനെ കൊന്ന ആളോട് പ്രതികാരം വീട്ടണം പറഞ്ഞാൽ യുദ്ധം തുടങ്ങിയത്. പക്ഷെ ശരിക്കും അതായിരുന്നു യുദ്ധത്തിൽ ലക്ഷ്യമെങ്കിൽ ഫോക്കാസ് മരിച്ചതോടെ യുദ്ധം നിർത്തുകയാണല്ലോ ഖുസ്രു പർവേസ് ചെയ്യേണ്ടിയിരുന്നത്. അല്ല, ലക്ഷ്യം പൂർത്തീകരിച്ചാൽ പിന്നെ നിർത്തണമല്ലോ. പക്ഷേ അദ്ദേഹം ഇങ്ങനെ വേറെ കുറേ കാരണമൊക്കെ പറഞ്ഞിട്ട് ഖുസ്രു എന്ത് ചെയ്തു? ഖുസ്രു പർവേസ് യുദ്ധം തുടർന്നു. അങ്ങനെ ഹെർക്കുലീസിന് ഈ സൈനിക പ്രവാഹം തടയാനായില്ല, അല്ലേ? റോമിൻ്റെ ഭരണാധികാരിയായ ഹെർക്കുലീസിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഈ ഖുസ്രു പർവേസിൻ്റെ സൈന്യത്തെ തടയാൻ പറ്റിയില്ല. അത്രയും ശക്തമായിരുന്നു അവർ അന്തോക്യ കീഴടക്കുന്നുണ്ട്. AD 613 ദമസ്കസ്, AD 614 ബൈത്തുൽ മഖ്ദിസും പേർഷ്യൻ പട കീഴടക്കുന്നുണ്ട്. 90,000 ക്രിസ്ത്യാനികൾ AD 614 കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്, അല്ലെ? ഭയങ്കര സംഭവമല്ലേ? അവരുടെ ഏറ്റവും പാവനമായ കനീസത്തുൽ ഖിയാമ നശിപ്പിക്കപ്പെടുകയാണ്. ഇത് വലിയൊരു നടന്ന സംഭവം പറയാട്ടോ. അങ്ങനെ ക്രിസ്ത്യാനികൾ ക്രിസ്തു ജീവത്യാഗം ചെയ്തു, അല്ലെ? ക്രിസ്തുവിനെ കുരിശിലേറ്റപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ വിശ്വസിക്കുന്ന സാക്ഷാൽ കുരിശ് പറിച്ചെടുത്ത് മദാനിലേക്ക് കൊണ്ടുപോയി. അതവർക്ക് ഭയങ്കര ഒരു ഹേർട്ടിംഗ് ആയ ഒരു സംഗതിയായിരുന്നു. ലോർഡ് ഫാദർ സ്കറിയായും അങ്ങനെ തടവിലായി. പട്ടണത്തിലെ വലിയ വലിയ പള്ളികൾ അവർ തകർത്തു, ആര്? പേർഷ്യക്കാർ. അങ്ങനെ ഇങ്ങനെ കുറേ വിജയം ഉണ്ടായപ്പോൾ ഖുസ്രു പർവേസ് ഭയങ്കര അഹങ്കാരിയായി മാറാണ്. ഖുസ്രു പർവേസ്, അല്ലെ? പേർഷ്യയുടെ ഭരണാധികാരി ഭയങ്കര അഹങ്കാരിയായി മാറാണ്. ഈ വിജയത്തിന് ശേഷം ഒരു വർഷത്തിനകം പേർഷ്യൻ സൈന്യം ജോർദാൻ, നമ്മളെ ഇപ്പോഴുള്ള മാപ്പ് നോക്കി നമുക്ക് മനസ്സിലാവും, ജോർദാൻ, ഫലസ്തീൻ, സീനായ് ഉപദ്വീപ്, ഇങ്ങനെ ഈ പ്രദേശങ്ങളൊക്കെ കീഴടക്കി അവസാനം ഈജിപ്തിൻ്റെ അതിർത്തിയിൽ എത്തിച്ചേരുന്നുണ്ട്. അത്രയും വിജയം അദ്ദേഹം നേടുന്നുണ്ട്. ഈ ഒരു സമയത്ത് മക്കയിൽ എന്താ നടക്കുന്നത് നോക്കാം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. പക്ഷേ ഈ സമയത്ത് മക്കയിൽ നടക്കുന്നത് ഒരു പ്രധാന യുദ്ധം നടക്കുകയായിരുന്നു. എന്താ യുദ്ധം എന്നറിയില്ല എനിക്ക്? ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിലും ഖുറൈശി പ്രമാണിമാരുടെ നേതൃത്വത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സംഘം, മുസ്ലിങ്ങളുടെ സംഘവും ഖുറൈശികളുടെ സംഘവും പോരാടുകയാണ്. ഇത് മക്കയിലെ അവസ്ഥ സൂചിപ്പിക്കുന്നത്. അങ്ങനെ 615 മുസ്ലിങ്ങൾ വലിയൊരു വിഭാഗം തങ്ങളുടെ നാടും വീടും വെടിഞ്ഞ് റോമിൻ്റെ സഖ്യകക്ഷിയായ അബുസീനിൽ അഭയം തേടുന്നുണ്ട്. അല്ലെ, എനിക്കറിയില്ല, അബുസീനിലേക്ക് ഹിജറ പോകുന്നത് അവിടുത്തെ നജാഷ് രാജാവിനെ കുറിച്ച് നമ്മൾ കേട്ടില്ലേ? അങ്ങനെ മുസ്ലിങ്ങൾ അവിടത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ പേർഷ്യയുടെ വിജയം മുശ്രിക്കുകളെ വല്ലാതെ സന്തോഷിപ്പിച്ചു. കാരണം എന്താ? അവർ ബഹുദൈവവിശ്വാസികളാണല്ലോ. അങ്ങനെ അവർ മുസ്ലിങ്ങളെ കളിയാക്കാൻ തുടങ്ങി. നോക്കൂ, അഗ്നി ആരാധകരായ പേർഷ്യക്കാർ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളാളെ വിജയിക്കുകയാണ്. എന്നാൽ വഹയിലും, അല്ലെ, ദിവ്യ വെളിപാടിലും പ്രവാചകനിലൊക്കെ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളോ ഓല് തോറ്റമ്പിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളോട് പറയുകയാണെന്ത്? നിങ്ങളെപ്പോലുള്ള ആളുകൾ തോൽക്കുകയും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ജയിക്കുകയും ചെയ്യാണ്. ഇതുപോലെ വിഗ്രഹാരാധകരായ ഞങ്ങൾ അറബികൾ നിങ്ങളെയും നിങ്ങളുടെ പുതിയ മതത്തെയും തുടച്ചു നീക്കും. ഇങ്ങനെ മക്കയിൽ മുസ്ലിങ്ങളും അതേപോലെ തന്നെ ഖുറൈശികളും തമ്മിലുള്ള, സത്യനിഷേധികളും തമ്മിലുള്ള പോരാട്ട സമയത്താണ്
ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു റൂം അവതരിപ്പിക്കുന്നത്. സൂറത്തു റൂം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചരിത്രം ഒന്ന് മനസ്സിൽ വെച്ച് നോക്ക്. അപ്പോൾ പറയാട്ടോ, എന്താ പറയുന്നത്? ഒരു പ്രവചനാണ്. ഗുലിബത്ത് റൂം, റോമക്കാർ പരാജിതരായി, നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. എന്നാൽ ഈ പരാജയത്തിന് ശേഷം ഏതാനും കൊല്ലങ്ങൾക്കകം അവർ ജേതാക്കളായിത്തീരും. അന്ന് അള്ളാഹു നൽകിയ വിജയത്താൽ സത്യവിശ്വാസികൾ എന്തായിരിക്കും? സന്തുഷ്ടരായിരിക്കും, അല്ലേ? അവിടെ പറഞ്ഞ പ്രയോഗം ഫി ബിൽ ഐസിനീന, ഏതാനും വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുന്നു? റോമക്കാർ വിജയിക്കും, റോമക്കാർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തും. ഇങ്ങനെ പറയുമ്പോഴുള്ള വിഷയം എന്താണ്? ഈ ചരിത്രത്തിൽ എന്താണ് ഒരു പ്രൊഫസി, ഖുർആന്റെ ഡിവൈനിറ്റി നമ്മൾ ചോദിക്കും. ഇങ്ങനെ ഒന്ന് യഥാർത്ഥത്തിൽ ഒരു പ്രവചനം ഒരിക്കലും സാധ്യമല്ലാത്തതുപോലെയാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടത്. ഈ ആഴ്ചയിൽ 2 പ്രവചനം ഉണ്ട് കേട്ടോ. 2 പ്രവചനം എന്താ നോക്കാം? 2 പ്രൊഫസീസ്. ഒന്ന്, നിലവിൽ പരാജയപ്പെട്ട റോമക്കാർക്ക് എന്തായാലും പിൽക്കാലത്ത് വിജയം വരും, ഒരു വിജയിക്കും, തിരിച്ചു വരും. പിന്നെ രണ്ടാമത്തെ പ്രവചനം എന്താണെന്നോ? ഇപ്പോൾ മക്കയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് എന്തായാലും ഭാവിയിൽ വിജയം ഉണ്ടാകും. ഈ 2 പ്രവചനമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. ഇതിൽ ഖുർആന്റെ ഡിവൈനിറ്റി നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെ? റോമിൻ്റെ ചരിത്രമൊക്കെ എല്ലാവരും രേഖപ്പെടുത്തിയാളാണല്ലോ. അത് ഈ 2 സംഭവങ്ങളും, ഒന്ന് അന്ന് പരാജയപ്പെട്ട റോമിൻ്റെ വിജയം, അതൊരിക്കലും ആ റോമിൻ്റെ തിരിച്ചുവരവ് സാധ്യമല്ല എന്ന് എല്ലാവരും ഉറപ്പിച്ച് മാത്രമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ കളിയാക്കാൻ തുടങ്ങി. എന്ത് വർത്താനം പറയുന്നത്? റോം ജയിക്കുന്നോ? ഒരിക്കലും സാധ്യമല്ല. എന്തെങ്കിലും വിളിച്ച് പറയാണോ? അങ്ങനെ പോലെ എന്ത് ചെയ്യുന്നുണ്ടെന്നോ? അവരിലൊരു പ്രധാനപ്പെട്ട ആൾ ആരാന്ന് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയട്ടോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവായിട്ട് ബെറ്റ് വെക്കുന്നുണ്ട്. ബെറ്റ് വെക്കാൻ മുസ്ലിങ്ങൾക്ക് അനുവദനീയമല്ല കേട്ടോ. പക്ഷേ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ, അല്ലേ, ഒരു സമൂഹത്തിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ റെഡിയായി കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ചിലത് അവർ ചെയ്തിരുന്നു, അല്ലേ? ആദ്യഘട്ടത്തിൽ കള്ള് കുടിച്ചതുപോലെ പിന്നെ മെല്ലെ മെല്ലെ നിരോധിച്ചതല്ലേ. ഇതുപോലെ എനിവേ അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവായിട്ട് എന്ത് ചെയ്തു? അവർ ബെറ്റ് വെക്കുന്നുണ്ട്. ഇനി പിന്നെന്താ സംഭവിക്കുക നമുക്ക് കുറച്ചുകൊണ്ട് പറയാം. രണ്ടാമത്തെ പ്രവചനം എന്താ? മക്കയിലും മുസ്ലിങ്ങൾ ഇങ്ങനെ ആകെ കഷ്ടപ്പാടിലാണ്. ഓൾക്ക് നിക്കക്കള്ളില്ലാത്തൊരു സമയമാണ്. മുസ്ലിങ്ങൾ വിജയിക്കുന്ന ഒരു പ്രതീക്ഷയും അങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആർക്കും കാണാൻ കഴിയില്ല. ഓനെ നോക്കുമ്പോൾ ആർക്കും ഒരു സങ്കടമുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ പ്രവചിക്കുകയാണെന്ത്? എന്തായാലും നിങ്ങൾ കണ്ടോ, അല്ലേ? ഖുർആൻ ആ പ്രവചനം ആരിലൂടെ വരുന്നത്? അള്ളാഹുലൂടെ വരുന്നത്, അല്ലേ? എന്താ അള്ളാഹു പറയുന്നത്? എന്തായാലും റോം വിജയിക്കും. രണ്ടാമത്തേത്, മുസ്ലിങ്ങളുടെ ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ മാറിയിട്ട് മുസ്ലിങ്ങളുടെ വിജയത്തിൻ്റെ ഒരു നിമിഷം വന്നെത്തും. അപ്പോൾ നമുക്ക് കാണാം എന്ന പ്രവചനം. ആ പ്രവചനത്തിന് എന്ത് സംഭവിച്ചു എന്ന വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ പറയാം. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ ഖുർആൻ്റെ ഇത്തരം പ്രവചനങ്ങളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ, അല്ലേ, പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയല്ലോ റോമിൻ്റെ പേരിൽ ഒരു സൂറ, അല്ലേ? സൂറത്ത് റൂം. എത്ര മനോഹരമാണ്. ഇങ്ങനെ ഖുർആൻ്റെ ഈ ഒരു മനോഹാരിത ഉൾക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.